ഹേയ് ഹലോ, അപ്പോൾ നമ്മുടെ മധുരമിപ്പിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഇങ്ങനെ പെണ്ണിനെ ഇങ്ങനെ സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല, കണ്ടില്ല. അപ്പോൾ അങ്ങനെ അച്ഛൻ വന്നത് പ്രാർത്ഥനയും കാര്യങ്ങളും അതുപോലെ മധുരമിപ്പിൻ്റെ ചടങ്ങുകളാണ് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് നടക്കാൻ പോകുന്നത്. ഒരു 2-3 കുറച്ച് നേരത്തേക്കുള്ള ചടങ്ങുകളൊക്കെ ഞങ്ങളുടെ മധുരമിപ്പിൻ്റെ ചടങ്ങുകളാണ്. ഞങ്ങൾ ക്രിസ്ത്യൻ ജാക്കോബിറ്റ്സ് ആണ്. ചേച്ചിനെ പക്ഷേ കെട്ടിക്കുന്ന കത്തോലിക്കലോട്ടാണ്, പക്ഷേ മധുരമിപ്പ് ചടങ്ങുകളെല്ലാം ഞങ്ങളുടെ രീതിക്കായിരുന്നേ. അപ്പോൾ അതാ മധുരമിപ്പും കാര്യങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ അതാ മധുരം വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വായ കഴുകും, ആ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം മധുരം വെക്കട്ടെ എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാട്ടോ നമുക്ക്. ആദ്യം മധുരം വെക്കുന്നത് അതിനകത്ത് പഴവും ഉപ്പും പഞ്ചസാരയാണ്. അത് അച്ഛൻ ആദ്യം വാഴ്ത്തും, അതിനുശേഷമാണ് പെണ്ണിൻ്റെ അമ്മയാണ് മധുരം കൊടുക്കുന്നത് കേട്ടോ. അതൊക്കെ ചോദിക്കുവേ കേൾക്കാവേ നമുക്ക്. മധുരം വെക്കട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിച്ചിട്ട് അങ്ങനെ 3 വട്ടം മധുരം വെക്കട്ടെ എന്ന് പെണ്ണിൻ്റെ അമ്മ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് മധുരം വെച്ചോളം റെസ്പോണ്ട് കൊടുക്കുമ്പോൾ പെണ്ണ് 3 വട്ടം കുരിശ് വരച്ചിട്ടാണ് കേട്ടോ മധുരം വെക്കുന്നത്. അങ്ങനെ പഴം ഉപ്പും പഞ്ചസാരയോടും കൂട്ടിയിട്ടുള്ള സംഭവമാണ് അത്. അതങ്ങനെ 3 വട്ടം കുരിശ് വരച്ചിട്ട് 3 വട്ടം ആ സാധനം എടുത്ത് അത് പഞ്ചസാരയും പഴവും കൂടിയിട്ടുള്ളത് എടുത്ത് കഴിക്കുകയും അങ്ങനെ തിരിച്ചത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കൈ കഴുകിക്കും. വായ കഴുകില്ല, കൈ മാത്രം കഴുകിക്കും. അതിനുശേഷം അമ്മ വീണ്ടും ചോദിക്കും മധുരം എടുത്തോട്ടെ എന്ന്. അത്യാവശ്യം നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ് മാത്രമുള്ളൊരു ഫംഗ്ഷനായിരുന്നു അത്. അതാണ് ഒത്തിരി ആൾക്കാരൊന്നും കാണാത്തത്. പക്ഷെ പരിപാടി നമ്മളെല്ലാം അടിപൊളിക്ക് കളറാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ പെണ്ണിനെ തഴുകിയിരുന്ന ചടങ്ങായിരുന്നു ആ കണ്ടത്. പിന്നെ സന്ധ്യാപ്രാർത്ഥന കാര്യങ്ങൾ നിർവഹിച്ചു. ഡാൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടെന്നാൽ ശരിയാകത്തില്ലാത്തതുകൊണ്ട് സോറി. അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിച്ചു ഗൈസ്. നമ്മൾ ഇലയൊക്കെ വിളമ്പിയിട്ട് നമ്മൾ നല്ല അടിപൊളി ചോറും കറിയൊക്കെ കഴിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, കാരണം ഭയങ്കര ടയേർഡായിരുന്നു. ആ ഡ്രസ്സിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തുടങ്ങി ഡാൻസ്. ഇതായിരുന്നു ഇനി അവിടെ മേളം. നമ്മുടെ ചാച്ചന്മാരായിട്ടും ആദ്യം ചാച്ചൻ മാത്രമേ തുള്ളിയുള്ളൂ. പിന്നെ ആ ഇരിക്കുന്ന എല്ലാവരും ഡാൻസായി. എന്തായിരുന്നു മേളം എന്നറിയുമോ? അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.